പെങ്ങള് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന പെങ്ങള്, ഈ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ പൊന്നുമോള്? ഉണ്ടെങ്കിൽ നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഏതാണ് സ്വഭാവം എന്നറിയുവോ? വയദഊനനാ റഗബൻ വറഹബാ. അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, രോഗമാകട്ടെ, കടമാകട്ടെ, മരണമാകട്ടെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ പടച്ച റബ്ബിലെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗത്തിന്റെ അവകാശികളോ. അവരല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാണോ? ദുആയിക്ക് കുറവൊന്നുമില്ലടോ, ദുആയിക്ക് കുറവൊന്നുമില്ല. പക്ഷേ എങ്ങനെയുള്ള ദുആയാ? നമ്മളൊക്കെ ദുആ ചെയ്യും, പക്ഷെ എങ്ങനെയുള്ള ദുആയാ? ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നുമ്പോഴും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടിടും, കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അവസാനം ഡോക്ടർ വന്നിട്ട് പറയും ഇനി ദൈവത്തിന്റെ ഇതല്ല, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, പ്രാർത്ഥിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുവോ? എങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുന്നതെന്നറിയുവോ? പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഉദാഹരണം പറയുകയാ. വദന്നൂനി ഇദ്ഹബ് മുഗാദിബൻ ഫളന്നൻ അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയാണ്. എവിടെ കടന്നാണ് ചെയ്യുന്നതെന്നറിയോ? കടലിൽ പോയവർക്കറിയാ, കടല് കണ്ടവർക്കറിയാ. പടച്ചവനെ, കടലിൽ അങ്ങ് ഉൾഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ വല്ലാത്ത ആഴമാണ്, കടലിനടിയിൽ വല്ലാത്ത ഇരുളാണ്, കടലിനടിയിൽ വല്ലാത്ത ഇരുളാണ്. പടച്ചവനെ, ആ കടലിൽ വീഴുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണോ എന്ന് പറയുന്ന മീന്, ആ മീന് കടലിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ജീവിക്കുന്നത്. ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്. പടച്ചവനെ, ഇന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണോ, കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന ഒരു മീനിന്റെ വയറ്റിൽ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ, മീനിന്റെ വയറ്റിൽ വേണ്ട, വെള്ളത്തിൽ വീണാ രക്ഷപ്പെടുമോ? പടച്ചവനെ, കടലിൽ വീഴുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാരാ? പിന്നെയല്ലേ ഉൾക്കടലിൽ വീഴുന്നത്, പിന്നെയല്ലേ മീനിന്റെ വയറ്റിൽ കിടക്കുന്നത്. ആ യൂനുസ് നബി അലൈഹിസ്സലാം വനാദാ ഫിൽ ളുമാത്, മൂടിയ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് യൂനുസ് നബിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ടാണ് യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫിൽ ളുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആമീനിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് പടച്ചവനെ വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി എങ്ങാണ് മീനിന്റെ വയറ്റിൽ കിടന്ന് ആ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറ്റിൽ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹ്. ആ മീനിന്റെ വയറ്റിനകത്ത് കടന്നപ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോഴും യൂനുസ് നബി അല്ലാഹുവിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെ ദുആ ചെയ്യണം, ഇങ്ങനെ ദുആ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിരാശയാടോ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവരില്ലേ,
ഒരു സഹോദരൻ പറഞ്ഞു 8 വർഷമായി മക്കളില്ലെന്ന്. അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന എന്തേ, കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്നവർ, വീടില്ലാതെ നടക്കുന്നവർ, പ്രയാസം കൊണ്ട് അനുഭവപ്പെടുന്നവർ, നമ്മൾ എന്തു പറയുന്നത്, കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ആര് പറഞ്ഞ് അവസാനിച്ചെന്നാണ്? ആരാ പറഞ്ഞത്? നീ എന്തേ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത? എന്തേ ഡോക്ടർമാര് പറയും നിനക്ക് കൗണ്ടിങ് ഇല്ല, അല്ലെങ്കിൽ ഗർഭപാത്രമില്ല, പലതും പറയും. നീ എന്തിനാ വിശ്വസിക്കുന്നേ? ഡോക്ടർ അല്ലല്ലോ അല്ല ഉണ്ടല്ലോ നിന്റെ കൂടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു, മക്കളില്ലാത്ത നിനക്ക് എന്തേ നിരാശ വന്നത്? എന്തേ നിനക്ക് അല്ലാഹ്ക്ക് മക്കളെ തരാൻ കഴിയില്ലേ? നിനക്ക് വീട് തരാൻ കഴിയില്ലേ? നിന്റെ രോഗം മാറ്റാൻ കഴിയില്ലേ? നിന്റെ പ്രയാസം മാറ്റാൻ അല്ലാഹ്ക്ക് കഴിയില്ലേ? അള്ളാഹുവിന് കഴിയും സഹോദര. നീ ദുആ ചെയ്യ്. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ദമ്പതിമാരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പടച്ചവനെ, ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന അതാ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി കഴിയുകയാണ്. പടച്ചവനെ, ഉമ്മ നേർച്ച ചെയ്തതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ആ പള്ളിയുടെ മിഹ്റാബിനകത്താണ് കഴിയുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയമിനെ വളർത്തിയത്. പള്ളിയുടെ മിഹ്റാബിനകത്ത് കഴിയുന്ന മറിയം എന്ന് പറയുന്ന പൊന്നാര മകളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ സക്കരിയ നബി കാണുന്ന കാഴ്ച എന്താ? പടച്ചവനെ, മറിയം പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിയം എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകളുണ്ടല്ലോ, അവിടെ നിന്ന് പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, സക്കരിയ നബിക്ക് അത്ഭുതമായി. കാരണം ഈ പഴം ഈ നാട്ടിൽ പോലും കിട്ടാത്ത സമയമാ. ഫലസ്തീനിൽ പോലും ഈ പഴം കിട്ടാറില്ല. ആ പഴത്തിന്റെ സീസണല്ല. പിന്നെ എങ്ങനെയാണ് പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയമിന് പഴം വന്നത്? അതാ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മോളെ? ഈ പഴം എവിടെ നിന്നാ മോളെ? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്ക് പടച്ച റബ്ബ് തന്നതാ, എനിക്ക് പടച്ച റബ്ബ് തന്നതാ. സീസൺ അല്ലാത്ത സമയത്ത് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയമിന് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. പടച്ചവനെ, മറിയം ബീബിയുടെ മറുപടി കേട്ടപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവരേ, എനിക്കും മക്കളില്ല തമ്പുരാനെ, എനിക്ക് മക്കളില്ല തമ്പുരാന്. പടച്ചവനെ, സക്കരിയ നബി അല്ലാഹുവിനോട് പറയുകയാണ്, എനിക്ക് പ്രായമായി പടച്ചവന്, എന്റെ എല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി പടച്ചവര്, എന്റെ എല്ലുകൾ തോലിൽ നിന്ന് വിട്ടു തുടങ്ങി പടച്ചവര്. ആ പ്രായമുള്ള മനുഷ്യനാണ് പടച്ചവനെ, കൗണ്ടിങ് കുറവായവനാണ്. ഈ വഅദ് കേൾക്കാമെന്ന സഹോദരങ്ങളോട് പറയുകയാ, സക്കരിയ നബിയുടെ പ്രായം എത്രയാണെന്നറിയുവോ? പടച്ചവനെ, 120ാമത്തെ വയസ്സിനോട് അടുക്കുകയാണ്. ഏകദേശം 120ഓളം വയസ്സുണ്ട്. ആ വൃദ്ധനായ സക്കരിയ നബി ഇന്നത്തെ ഡോക്ടർമാര് പറയുമല്ലോ മക്കൾ ഉണ്ടാകില്ല എന്ന്. 40 കഴിഞ്ഞാൽ, 50 കഴിഞ്ഞാൽ, 60 കഴിഞ്ഞാൽ മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോ 120ഓളം വയസ്സെടുത്തിരുന്ന സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ, എനിക്ക് മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവര്. കാരണം ഞാൻ പ്രായമായി, വൃദ്ധനായി, ഒരുപാട് പടച്ചവനെ, എനിക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്. എന്നിട്ട് മഹാനായ സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവിനോട് പറയുകയാ, കാനത് ഇംറഅതി ആഖിറാ, പടച്ചവനെ, എന്റെ ഭാര്യയ്ക്കും പ്രായമായി തമ്പുരാന്. പെങ്ങളെ, നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ മെൻസസ് നിലച്ചു കഴിഞ്ഞു. 40ഉം 50ഉം 55ഉം 60ഉം വയസ്സായാൽ പെണ്ണിന്റെ മെൻസസ് നിലച്ചു കഴിഞ്ഞല്ലോ. പിന്നെ മക്കൾ ഉണ്ടാകില്ലല്ലോ. പിന്നെ
മക്കളുണ്ടാകില്ലല്ലോ. അതുപോലെ എന്റെ ഭാര്യയുടെ അവസ്ഥയും അങ്ങനെയാ പടച്ചവര്. ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ് തമ്പുരാന്. മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അല്ലാ. പക്ഷേ നിനക്ക് കഴിയും തമ്പുരാര്. ഞങ്ങൾക്ക് മക്കളെ തരാ നിനക്ക് കഴിയും തമ്പുരാര്. അതുകൊണ്ട് എനിക്കൊരു മകനെ വേണമല്ലാ. സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ പെങ്ങളെ സക്കരിയാ നബി തന്റെ വീട്ടിൽ ചെന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കാൻ പോകുകയാണ്, നിനക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. സക്കരിയാ നബിയുടെ ഭാര്യ ചോദിച്ചു, അത്രേ പ്രായം ചെന്ന ഞാനോ? പ്രായം ചെന്ന ഞാൻ പ്രസവിക്കാനോ? എടോ 120ഓളം വയസ്സുള്ള സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുന്നു, എനിക്ക് ആരോഗ്യമില്ല, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രായമാണ്, എല്ലാം ശരി, എന്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. പടച്ചോനെ നിനക്ക് കഴിയും എനിക്കൊരു കുഞ്ഞിനെ തരാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ദുആയാണ് നമുക്കും വേണ്ടത്. ഇങ്ങനെയാണ് നമ്മളും ദുആ ചെയ്യേണ്ടത്. ഒരിക്കലും കിട്ടില്ല, ഉണ്ടാകില്ല എന്ന് എല്ലാരും കൈയൊഴിയുമ്പോഴും നീ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി. ഇബ്രാഹിം നബി അതിനകത്തേക്ക് ഇടാൻ പോകാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ഭയാനകമാണ്. അമ്പും വില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. എയ്ത് വിടാൻ പോവുകയാണ്, തീക്കുണ്ടാരത്തിലേക്ക് എയ്ത് വിടാൻ പോവുകയാണ്. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയേ, ഞാൻ രക്ഷപ്പെടുത്താൻ നബിയോ, അനുവാദം തന്നാ ഞാൻ സഹായിക്കാം, ഈ തീക്കുണ്ടാരം ഞാൻ അണച്ചു കളയാ, അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്താ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ജിബ്രീൽ നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എന്റെ റബ്ബുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പടച്ച റബ്ബുണ്ടോ, പടച്ചവനെ. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഖുൽയാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾക്ക് ശേഷം ആ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടോ? രോഗമാണോ, പ്രയാസമാണോ, കടമാണോ, ദുരിതമാണോ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പടച്ച റബ്ബിനോട് നീ ചോദിക്കാൻ മടിക്കരുത്. അല്ലാഹു നിന്റെ കൂടെയുണ്ട്, അല്ലാഹു നിന്നെ സഹായിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. റബ്ബിനോട് ദുആ ചെയ്യ്. പ്രയാസമുണ്ടാകുമ്പോ ഒരുമിച്ചിരുന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യ്. നിന്റെ വാപ്പ എങ്ങനെ ആയിരുന്നല്ലോ, വാപ്പയ്ക്ക് എന്തെങ്കിലും പ്രയാസം വന്നാ വാപ്പ പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് പോയിരുന്ന് ദുആ ചെയ്യുമായിരുന്നു. അതാ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കള് എന്തെങ്കിലും പ്രയാസം വന്നാ അവര് കള്ളുഷാപ്പിൽ പോകുകയില്ല, റോഡിന്റെ സൈഡിൽ പോകുകയില്ല, കടലോരത്ത് പോയിരിക്കില്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് നിസ്കരിച്ചിട്ട് നിന്റെ ബാപ്പയിരുന്ന ദുആ ചെയ്യുമായിരുന്നു. ഉമ്മമാര്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, മഹാന്മാര് മഖാമുകളുടെ മുമ്പിൽ പോയിട്ട് അവർ ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവർ പരിഹാരം കണ്ടിരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വയദഊനനാ റഗബൻ വറഹബാ. ഈ ദുആ ചെയ്യുന്ന സ്വഭാവമുണ്ടോ? ഈ ദുആ
ചെയ്യുന്ന സ്വഭാവമുണ്ടോ? രക്ഷപ്പെട്ടടോ സഹോദരാ. പെങ്ങളെ, മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട്. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. കച്ചവടം ചെയ്ത് നഷ്ടത്തിലായവരുണ്ട്. ഉസ്താദേ, ജീവിക്കാൻ ഒരു കട തുടങ്ങിയിട്ട് കച്ചവടമില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. പരിഹാരം വേണോ? പരിഹാരം വേണോ? 5 നയാ പൈസയുടെ ചെലവില്ലാത്ത പരിഹാരം പറഞ്ഞു തരട്ടെ. സമാധാനമുള്ള ജീവിതം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? ജീവിതത്തിൽ ബറക്കത്ത് വേണോ? മക്കളില്ലാത്ത പെങ്ങള്, നിനക്കും മക്കളെ വേണോ? അല്ലാഹ് പറയുകയാ മരുന്ന്. അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട് മരുന്ന്. ഖുർആനിലില്ലാത്ത മരുന്നില്ലല്ലോ. ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരെ അല്ലാഹു പറഞ്ഞു തരികയാണ് നിനക്കുള്ള മരുന്ന്. കട തുടങ്ങിയിട്ട് കച്ചവടമില്ലാത്തവരുണ്ടല്ലോ, പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, മക്കളില്ലാത്തവരുണ്ടല്ലോ. ഉസ്താദ്, തങ്ങൾ ദുആ ചെയ്തു വെള്ളമില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് ويدعوننا رغبا ورهبا وكانوا لنا خاشعين. മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുവോ? മൂന്നാമത്തെ നല്ല ഗുണമെന്തെന്നറിയുവോ? അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. ഈ സദസ്സിലിരിക്കുന്നവരിൽ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവരിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ പേടിയുണ്ടോ? പടച്ച റബ്ബിനെ ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണോ? നിനക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ളവരാരാടോ? അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം ഇങ്ങനെ ആകില്ലായിരുന്നു. നമ്മൾ തോന്നിവാസികളെ പോലെ നടക്കില്ലായിരുന്നു. പടച്ചവനെ, കള്ള് കുടിക്കുകയാ, കഞ്ചാവടിക്കുകയാ, മയക്കുമരുന്ന് ഉപയോഗിക്കുകയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുമ്പിലിരുന്നാ പോലും പള്ളിക്കകത്ത് കയറാൻ പറ്റുന്നില്ല. പടച്ചവനെ, ആണാകട്ടെ പെണ്ണാകട്ടെ, എവിടെന്ന് കിട്ടുന്നു തിന്നണം, കുടിക്കണം, സുഖിക്കണം, ആസ്വദിക്കണം, ഈ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. എല്ലാവരും പടച്ചവനെ ആഘോഷമാണ്, ആഘോഷമാണ്. എല്ലാവരും അടിച്ചു പൊടിക്കലിന്റെ പുറകിലാണ്. അല്ലാഹയെ കുറിച്ച് ആർക്കും ചിന്തയില്ലടോ. മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനുമൊക്കെ, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ ഉസ്താദ്? നിങ്ങളൊക്കെ എന്തിനാ സ്വപ്നലോകത്ത് ജീവിക്കുന്നത്? ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങൾ മാറൂല. ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്ന് പറ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ഈ ജീവിതം സുഖിക്കാനുള്ളതല്ല. നീ എന്ത് ധൈര്യത്തിലാ ചെറുപ്പക്കാരാ? പടച്ചവനെ, പണ്ടുള്ളവർക്ക് കണ്ണതാ ഒരു ബീഡി വലിക്കാ പേടിയാടോ? പണ്ട് പ്രായമുള്ളവർ പോലും ബീഡി വലിക്കുന്നത് ഒളിച്ചിരുന്നാട് പേടിയായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ബീഡി വലിക്കാ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കഞ്ചാവ് വലിക്കാ പേടിയില്ലടോ. പരസ്യമായി നിന്ന് കഞ്ചാവടിക്കുന്നവരുണ്ടല്ലോ, കള്ള് കുടിക്കുന്നവരുണ്ടല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് പാപം ചെയ്യാ പേടിയില്ലടോ. പണ്ടൊരു പെണ്ണിന്റെ ശരീരത്ത് തൊടാനൊരു പെണ്ണിനെ നോക്കാനൊരു പെണ്ണിന്റെ കൂടെ നടക്കാ പേടിയായിരുന്നു. ഇന്ന് കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന കാലവാ. ഇന്ന് പേടിയില്ലടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. നിങ്ങൾ അതിലേക്ക് അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്. ഇന്ന് ദീനില്ലാതെ പോയടോ. ഇന്നത്തെ ഉമ്മത്തിന് ദീനില്ലാതെ പോയടോ. അതുകൊണ്ടാണ് പടച്ചവനെ, തന്റെ ഉമ്മയുടെ പ്രായമുള്ള തന്റെ ഭർത്താവിന്റെ ഉമ്മയെ പരസ്യമായി കൊടുവാള് കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലാ തയ്യാറാകുന്നത്. പടച്ചവനെ, കാമുകിയുമായി ശാരീരികമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ കുഞ്ഞിനെ ജീവനോട് ആ ചോര പൈതലിനെ കൊല്ലാൻ തോന്നിയല്ലോ. പടച്ചവനെ, പിഞ്ച
പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാ തോന്നുന്നുണ്ടല്ലോ. തന്റെ മുട്ടുകാല് കൊണ്ട് ജനിച്ചത് മുതൽ അതാ അവസരം കാത്തു കിടന്ന് അള്ളാഹു തന്ന കുഞ്ഞിനെ തന്റെ മുട്ടുകാല് കൊണ്ട് ഞെരുക്കി കൊല്ലാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നതിന്റെ കാരണം എന്തടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പണം മതിയടോ. ഇന്നത്തെ യുവതലമുറയുടെ കൺസെപ്റ്റ് എന്തെന്നറിയുമോ? അവർക്ക് പണം മതി. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പണമുണ്ടാക്കാൻ ഏത് വഴിയും അവര് ചെയ്യുമടോ. അതാ പടച്ചവനെ, പണമുണ്ടാക്കാനാണ് ഞങ്ങളുടെ പരിസരത്ത് അതാ ഒരു ചെറിയ മകളെ തട്ടിക്കൊണ്ടുപോയത് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാ. പടച്ചവരെ, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാ.